മലബാർ മേഖലയിലൂടെയോ മധ്യകേരളത്തിലെ ഏതെങ്കിലും നഗരങ്ങളിലൂടെയോ ഒന്ന് നടന്നു നോക്കൂ. അവിടെയുള്ള ഒരു 10-15 വയസ്സുള്ള കുട്ടിയോട് ഇന്നത്തെ അവരുടെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ പറയുന്ന പേര് മമ്മൂട്ടിയെന്നോ മോഹൻലാൽ മെസ്സി എന്നോ റൊണാൾഡോ എന്നോ ആയിരിക്കില്ല. അവർ ഒറ്റയടിക്ക് പറയും അത് തൊപ്പിയല്ലേ എന്ന്. സ്വാഭാവികമായും ഇപ്പോഴൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും, തൊപ്പി വിഷയത്തിൽ രാഷ്ട്രീയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കൃത്യമായും ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നത്തെ തലമുറയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം. കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് നിഖാദ് എന്ന സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ MRZ തൊപ്പി എന്ന യൂട്യൂബ് ചാനലിലൂടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് കൗമാരക്കാരുടെ തലച്ചോറിലേക്ക് എങ്ങനെയാണ് ഇത്ര വേഗം കയറിക്കൂടിയത്? ഗെയിമിംഗ് വീഡിയോകൾക്കൊപ്പം യാതൊരു നിയന്ത്രണവുമില്ലാതെ പച്ചത്തെറികളും അശ്ലീലവും പറഞ്ഞ് സ്ത്രീകളെ നിരന്തരം അപമാനിച്ച് അവൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് നേടിയെടുത്തത് സമാനതകളില്ലാത്ത റീച്ചാണ്. ആ റീച്ചിൻ്റെ അഹങ്കാരത്തിൽ അവർ കെട്ടിപ്പൊക്കിയ ഒരു ഡിജിറ്റൽ സാമ്രാജ്യമുണ്ട്. എന്നാൽ ആ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണ യൂട്യൂബ് വ്ളോഗറുടെ കഥയല്ല, മറിച്ച് ലഹരിയും പണവും അധികാരവും പിന്നെ കുറേ രാഷ്ട്രീയവും കലർന്ന ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന കഥയാണ്. സമൂഹ മാധ്യമങ്ങളിലെ വെറും വ്യൂസിനു വേണ്ടി മാത്രം തുടങ്ങിയ ഒരു യാത്ര ഇന്ന് പോക്സോയും നാർക്കോട്ടിക്സും ഉൾപ്പെടെയുള്ള അതിഗുരുതരമായ ക്രിമിനൽ കേസുകളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എല്ലാം തുടങ്ങിയത് നിഖാദിൻ്റെ സ്വന്തം MRZ ഗ്യാങ്ങിൽ നിന്ന് തന്നെയാണ്. എപ്പോഴും തൊപ്പിയുടെ കൂടെ നിഴൽ പോലെ നടന്നിരുന്ന സുഹൃത്തുക്കളായ മമ്മു എന്ന മുഹമ്മദും ഷമീറും ജാസിയും പെട്ടെന്നൊരു ദിവസം അവനെതിരെ തിരിഞ്ഞു. അവർ പരസ്പരം ചെളിവാരി എറിയാൻ തുടങ്ങിയപ്പോൾ പുറത്തു പോകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. അതുവരെ കുട്ടികളുടെ മുന്നിൽ ഒരു കൂൾ ഡ്യൂഡായി നിന്നിരുന്ന തൊപ്പിയുടെ യഥാർത്ഥ മുഖമാണ് സുഹൃത്തുക്കൾ വലിച്ചു കീറിയത്. തൊപ്പി MDMA എന്ന മാരക ലഹരി മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണെന്നായിരുന്നു ആദ്യത്തെ വെളിപ്പെടുത്തൽ. ഇതിന് തെളിവായി തൊപ്പിയുടെ മുറിയിലെ അലമാരയിൽ നിന്നും ഒരു കഞ്ചാവ് പാക്കറ്റ് പുറത്തെടുക്കുന്ന വീഡിയോയും സുഹൃത്തുക്കൾ പുറത്തുവിട്ടു. അവിടെയും തീർന്നില്ല. തങ്ങളെക്കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു എന്നും അടിവസ്ത്രങ്ങൾ വരെ അലക്കാൻ നിർബന്ധിച്ചു എന്നും എതിർത്തപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അവർ വിളിച്ചു പറഞ്ഞു. എന്നാൽ കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊന്നാണ്. തൊപ്പി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും പിന്നീട് പണം നൽകിയാണ് ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തതെന്നുമുള്ള മുഹമ്മദിൻ്റെയും ഷമീറിൻ്റെയും വെളിപ്പെടുത്തൽ. ഇതിനെതിരെ തൊപ്പിയും രംഗത്തെത്തി. തനിക്കെതിരെ ആരോപണങ്ങളെല്ലാം വെറും റീച്ചിന് വേണ്ടി മാത്രമാണെന്നും സുഹൃത്തുക്കൾക്കെതിരെ ക്രിമിനൽ കേസുകളും മാനനഷ്ട കേസുകളും താൻ നൽകിയിട്ടുണ്ടെന്നും തൊപ്പി പ്രഖ്യാപിച്ചു. ഞാൻ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഡ്രഗ്സ് കൊണ്ടുവച്ച് മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്ത് എടുത്ത വീഡിയോ ആണത്. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോരാ, തെളിവ് വേണം. ഞാൻ പോക്സോ കേസോ നിർബന്ധിത അബോർഷനോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പറയട്ടെ എന്നായിരുന്നു തൊപ്പിയുടെ വെല്ലുവിളി. സത്യങ്ങൾ പുറത്തു വരാൻ പോലീസും സർക്കാരും അന്വേഷിക്കട്ടെ എന്നും അവൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ ഈ തമ്മിലടി കണ്ട് ഇവർക്ക് വ്യൂസ് കൂട്ടിക്കൊടുത്ത് കൈയടിക്കാൻ കുറേ പേരുണ്ടായെങ്കിലും കാര്യങ്ങൾ മാറി മറിഞ്ഞത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന് DGPക്ക് നൽകിയ പരാതിയോടെയാണ്. ഓൺലൈൻ വിഴുപ്പലക്കലുകൾക്കപ്പുറം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ രാജ്യദ്രോഹ ക്രിമിനൽ കുറ്റങ്ങളാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇതോടെ സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ വിഷയത്തിൽ ഇടപെട്ടു. നിഖാദിനും സുഹൃത്തുക്കൾക്കുമെതിരെ സമഗ്രമായ അന്വേഷണത്തിന് DGP ഉത്തരവിടുകയും ചെയ്തു. വെറുമൊരു ലോക്കൽ പോലീസിനെയല്ല ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. സൈബർ ഇടങ്ങളിലെ ഡീറ്റെയിൽ തെളിവുകൾ ചികഞ്ഞെടുക്കാൻ മിടുക്കനായ സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് സൂപ്രണ്ട് അങ്കിത് അശോകനാണ് അന്വേഷണ ചുമതല. ഇതോടെ തൊപ്പിയും സുഹൃത്തുക്കളും ശരിക്കും വിയർക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം പോലീസ് അന്വേഷിക്കുന്നത് വെറുമൊരു തല്ല് കേസല്ല. ഇവിടെ കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തൊപ്പിക്കെതിരെയും കൂട്ടുകാർക്കെതിരെയും എടുക്കാൻ സാധ്യതയുള്ള കേസുകൾ ചെറിയ വകുപ്പുകളല്ല. കോടതിയിലെത്തിയാൽ ജീവിതം തന്നെ കട്ടപ്പയാകുന്ന വകുപ്പുകളാണത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലെ ക്ലൈമാക്സ് പോലെയാണ് ഇനിയുള്ള നിയമ നടപടികൾ വരാൻ പോകുന്നത്. ഇതിലാദ്യത്തേത് നാർക്കോട്ടിക്സ് അഥവാ NDPS ആക്റ്റാണ്. ഒരു ചെറിയ പൊതി MDMA കയ്യിൽ വച്ചാൽ പോലും ജാമ്യം കിട്ടാൻ മാസങ്ങളെടുക്കുന്ന നിയമമാണ് ഇന്ത്യയിലെ NDPS ആക്റ്റ്. സുഹൃത്തുക്കൾ പുറത്തുവിട്ട വീഡിയോയിൽ ലഹരി മരുന്ന് കൃത്യമായി കാണുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ അങ്കിത് അശോകൻ ആദ്യം പരിശോധിക്കുക ഈ വീഡിയോയുടെ ആധികാരികതയാകും. ആ വീഡിയോ എന്നെടുത്തു, ഏത് ഫോണിലെടുത്തു എന്ന് സൈബർ ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താം. തൊപ്പി ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന് തെളിഞ്ഞാൽ അത് കുറ്റകരമാണ്. എന്നാൽ തൊപ്പിയുടെ വാദം ശരിയാണെങ്കിലോ, അതായത് തൊപ്പിയെ കൊടുക്കാൻ സുഹൃത്തുക്കൾ മനഃപൂർവ്വം ഡ്രഗ്സ് കൊണ്ടുവച്ചതാണെങ്കിൽ
ലഹരിമരുന്ന് കൈവശം വച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും സുഹൃത്തുക്കൾക്കെതിരെ NDPS കേസ് വരും. എങ്ങനെ വന്നാലും ആ ഗ്യാങ്ങിൽപ്പെട്ടവർ ലഹരി നിയമത്തിൻ്റെ കുരുക്കിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തത് പോക്സോ കേസ്. ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൽ ഏറ്റവും വേഗത്തിൽ നടപടി ഉണ്ടാകുന്നതും ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നതുമായ നിയമമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന പോക്സോ. സുഹൃത്തുക്കൾ പണം കൊടുത്ത് ഒതുക്കി എന്ന് പറയുന്ന ആ പെൺകുട്ടികളെ കണ്ടെത്താനായിരിക്കും പോലീസിൻ്റെ അടുത്ത ശ്രമം. ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയാൽ തൊപ്പിയുടെ കളി അവിടെ തീരും. ഇത് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ടി വരുന്ന കുറ്റം. അടുത്തത് മാനസിക ശാരീരിക പീഡനം. അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു, മുഖത്ത് ചവിട്ടി, അടിവസ്ത്രം അലക്കാൻ നിർബന്ധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ സുഹൃത്തുക്കൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, നിയമവിരുദ്ധമായി തടഞ്ഞുവയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ലോക്കൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. തൊപ്പിയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്തിനുള്ളിൽ നടന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് തെളിയിക്കാൻ ഈ മൊഴികൾ തന്നെ ധാരാളമാണ്. തീർന്നില്ല, ഇനിയുമുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളും അശ്ലീല പ്രചരണവും. തൊപ്പിയുടെ വീഡിയോകളിൽ ഉടനീളം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ IT ആക്ട് പ്രകാരം നേരിട്ട് കേസെടുക്കാവുന്നതാണ്. സ്ത്രീകളെയും സമൂഹത്തെയും മോശമായി ചിത്രീകരിക്കുന്ന കണ്ടന്റുകൾ മുൻപും പലവട്ടം പരാതികൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടാൽ പിന്നെ തൊപ്പിക്ക് പഴയതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചിരിച്ചുകൊണ്ട് പച്ചത്തെറി പറയാൻ കഴിയില്ല. ഡിജിറ്റൽ തെളിവുകൾ, അതായത് മാറ്റിയ വാട്സപ്പ് ചാറ്റുകൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവയെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ സൈബർ പോലീസിന് നിഷ്പ്രയാസം സാധിക്കും. പണം കൊടുത്ത് ഒതുക്കിയെന്ന് പറയുന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ ട്രയൽ കിട്ടിയാൽ അത് അന്വേഷണത്തിൽ നിർണായകമാകും. പിന്നൊരു കാര്യം, തൊപ്പിക്ക് പോലീസും കോടതിയും കേസും ഒന്നും പുതിയ കാര്യമല്ല. അയാളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഒരു മാഫിയ തലവൻ്റെ വളർച്ച പോലുള്ള ഒരു രീതി അതിൽ കാണാം. മലയാളികൾ തൊപ്പിയെ ശരിക്കും അറിയുന്നത് 2023 വാളഞ്ചേരിയിലെ ആ അറസ്റ്റോടെയാണ്. മലപ്പുറം വാളഞ്ചേരിയിൽ ഒരു വസ്ത്രക്കടയുടെ ഉദ്ഘാടനത്തിന് തൊപ്പി വന്നപ്പോൾ അവിടെ തടിച്ചു കൂടിയത് ആയിരക്കണക്കിന് കുട്ടികളായിരുന്നു. നാഷണൽ ഹൈവേ വരെ ബ്ലോക്കായി. ആ ജനക്കൂട്ടത്തെ നോക്കി മൈക്കിലൂടെ തികച്ചും അശ്ലീലമായ വരികളുള്ള പാട്ടാണ് അവൻ പാടിയത്. അന്ന് സോഷ്യൽ വർക്കർമാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. എറണാകുളത്തെ തൊപ്പിയുടെ ഫ്ലാറ്റിലെത്തിയ പോലീസ് അവൻ വാതിൽ തുറക്കാതിരുന്നപ്പോൾ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് അവനെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് അവനത് ലൈവ് സ്ട്രീം ചെയ്ത് ഹീറോ ആകാൻ നോക്കി. വാളഞ്ചേരി കേസിൻ്റെ ചൂടാറ് മുൻപ് തന്നെ സ്വന്തം നാടായ കണ്ണൂരിലെ കണ്ണാപുരം പോലീസും തൊപ്പിക്കെതിരെ കേസെടുത്തു. യൂട്യൂബിലൂടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന അശ്ലീല കണ്ടന്റുകൾ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു കേസ്. IT ആക്ട് പ്രകാരമാണ് അന്ന് കേസെടുത്തത്. 2025 കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ടുപോയി. കോഴിക്കോട് വടകരയിൽ വച്ച് തൻ്റെ കാറിൽ ഒരു ബസ് തട്ടിയതിൻ്റെ പേരിൽ ബസ് ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും അവരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് തൊപ്പിയെ പോലീസ് പൊക്കി. അത് വെറുമൊരു എയർ പിസ്റ്റൾ ആണെന്ന് പിന്നീട് കണ്ടെത്തിയതിനാലും ബസ് ജീവനക്കാർ പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നതിനാലും മാത്രമാണ് അന്നവൻ രക്ഷപ്പെട്ടത്. ഈ കേസുകൾക്കിടയിൽ പലവട്ടം അവൻ കരഞ്ഞുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞു, ഞാൻ മാറി, ഞാൻ ഇനി മാന്യമായി സ്ട്രീം ചെയ്യും എന്ന്. പക്ഷേ അതൊക്കെ വെറും തട്ടിപ്പായിരുന്നു എന്ന് പുതിയ ആരോപണങ്ങൾ ഇപ്പോൾ തെളിയിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഈ കഥയുടെ ഏറ്റവും നിർണായകമായൊരു തലത്തിലേക്ക് കടക്കുന്നത്. തൊപ്പി വിഷയത്തിൽ രാഷ്ട്രീയമുണ്ടോ? സംഭവം നടക്കുന്നത് മധ്യ കേരളത്തിലും മലബാർ മേഖലയിലുമാണ്. തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഇവിടെ തന്നെ. ആരാണ് ഈ ഫാൻസ്? 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഭൂരിഭാഗവും. നമ്മളവരെ ജെൻസി എന്ന് വിളിക്കും. ഇത്തവണത്തെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. UDFന്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് വലിയ വിജയങ്ങൾ സമ്മാനിച്ചതിന് പിന്നിൽ ഈ പുതിയ തലമുറയിലെ വോട്ടർമാർക്ക് വലിയ പങ്കുണ്ട്. പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം പുതിയ കുട്ടികളുടെ ചിന്താഗതികൾ UDFന് അനുകൂലമായി മാറി എന്ന് ലീഗ് നേതൃത്വത്തിന് വളരെ വ്യക്തമായി അറിയാം. ഈ ജെൻസി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കേസ് വെറുമൊരു പോലീസ് നടപടിയായി മാത്രം മുന്നോട്ട് പോകുമോ, അതോ ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുമോ? 2023 വാളഞ്ചേരി സംഭവത്തിന് ശേഷം കൊച്ചിയിലെ ഫ്ളാറ്റിൻ്റെ വാതിൽ പൊളിച്ച് പിണറായി സർക്കാർ തൊപ്പിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അന്ന് പല മുസ്ലിം ലീഗ് അണികളും അനുഭാവികളും പോലീസിൻ്റെ ഈ നടപടിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഒരു യൂട്യൂബറെ പിടിക്കാൻ ഇത്ര വലിയ ഓവർ ആക്ഷൻ വേണോ? വാതിൽ വെട്ടിപ്പൊളിക്കാൻ അവൻ തീവ്രവാദിയാണോ? എന്നൊക്കെയായിരുന്നു അന്ന് ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾ. ഇതിന് പിന്നിലൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. തൊപ്പിയെ അനുകൂലിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കൗമാരക്കാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ പിണറായി സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടാക്കിയെടുക്കാനും
ആ ജൻസി വോട്ടുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനും അന്ന് ലീഗ് അണികൾ വളരെ തന്ത്രപരമായി ശ്രമിച്ചിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് സാഹചര്യം മാറി. അന്ന് വെറും ട്രാഫിക് ബ്ലോക്കും തെറിപ്പാട്ടുമായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് കേൾക്കുന്നത് MDMA, പോക്സോ തുടങ്ങിയ അതിമാരകമായ വാക്കുകളാണ്. ഈ സാഹചര്യത്തിൽ തൊപ്പിയെ പിന്തുണയ്ക്കാൻ UDFോ ലീഗോ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. കാരണം കുടുംബ വോട്ടുകളെ അത് കാര്യമായി ബാധിക്കും. എന്നിരുന്നാലും മലബാറിലെ ഈ വമ്പൻ തൊപ്പി ഫാൻ ബേസിനെ പിണക്കാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കരുക്കൾ നീക്കാനുള്ള സാധ്യതകൾ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. അറസ്റ്റും അന്വേഷണവും ഒക്കെ നടക്കുമ്പോഴും കേസിൻ്റെ കാഠിന്യം കുറയ്ക്കാനോ വേഗത്തിൽ ജാമ്യം ലഭിക്കാനുള്ള പഴുതുകൾ ഒരുക്കിയെടുക്കാനോ ഉന്നതകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകാം. കാരണം ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പുതിയ തലമുറയിലെ വോട്ടർമാർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷമായ CPMന് കഴിഞ്ഞ തവണ വാതിൽ പൊളിച്ച് അറസ്റ്റ് ചെയ്ത് ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ കിട്ടിയ സുവർണാവസരമാണിത്. ചുരുക്കത്തിൽ തൊപ്പി എന്ന ഒറ്റ വ്യക്തിയുടെ കേസ് ഇന്ന് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ ഒരു മൈക്രോ പൊളിറ്റിക്സായി മാറിയിരിക്കുകയാണ്. അവസാനമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വലിയൊരു വിഷയമുണ്ട്. എങ്ങനെയാണ് തൊപ്പിയെപ്പോലുള്ള ഒരാൾക്ക് ഇത്രയും വലിയ സ്വാധീനം നമ്മളുടെ കുട്ടികളുടെ മേൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഇവിടെയാണ് നമ്മൾ ഭയക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഒളിപ്പിച്ചിരിക്കുന്നത്: പുതിയ തലമുറയുടെ അരാഷ്ട്രീയവൽക്കരണം. മുൻപൊക്കെ നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ടുകളിൽ കളിക്കാനും വായനശാലകളിൽ പോകാനും സമയം കണ്ടെത്തിയിരുന്നു. നാട്ടിലെ പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾ അവരുടെ ലോകം ഒരു മൊബൈൽ സ്ക്രീനിലേക്ക് ചുരുക്കി. അവർക്ക് ചുറ്റും നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളോ വിലക്കയറ്റമോ അഴിമതിയോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയം ഇൻസ്റ്റാ ട്രെൻഡിംഗ് ആണ്. അവരുടെ ഹീറോകൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരല്ല, മറിച്ച് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഏറ്റവും ഉച്ചത്തിൽ തെറി പറയുകയും നിയമങ്ങളെ വെല്ലുവിളിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരാണ്. ആ ടോക്സിക് സ്വഭാവം അവർ ഒരു മാസായി ആഘോഷിക്കുന്നു. സത്യം പറയാമല്ലോ, തൊപ്പി എന്നത് വെറും ഒരു വ്യക്തിയല്ല, അതൊരു രോഗലക്ഷണമാണ്. സ്മാർട്ട് ഫോണും അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്ന് അന്വേഷിക്കാൻ മറന്നുപോയ ഒരു തലമുറയുടെ പരാജയമാണ് തൊപ്പി എന്ന പ്രതിഭാസം. കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കാം. കേസ് കോടതിയിൽ വരും. അതിൽ പലവിധ രാഷ്ട്രീയ കളികൾ നടന്നേക്കാം. പക്ഷേ അടിസ്ഥാന പ്രശ്നം അതോടെ തീരുന്നില്ല. യൂട്യൂബിൽ നിന്നും തൊപ്പിയെ മാറ്റിയാലും ആ ശൂന്യതയിലേക്ക് കടന്നു വരാൻ വേറെയും പലരും വരി നിൽപ്പുണ്ട്. കാരണം അരാഷ്ട്രീയവാദികളായ തെറ്റുകളെ ന്യായീകരിക്കുന്ന കോടിക്കണക്കിന് കുട്ടികളുടെ ഒരു മാർക്കറ്റ് ഇവിടെയുണ്ട്.